എനിക്കറിയാം ഒരു സൂപ്പർ പവർ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. 4 വയസ്സിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ഭൂമിയും ലോകവും തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ്. ഉത്തരം അറിയോ? ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ ഭൂമിയും ലോകവും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ചോദ്യം ഉയർന്നു വരുന്നത് ഒരു SBIയിലാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ SBIയിൽ ഒരു ഡയറിയുടെ ബാക്കിൽ വേൾഡ് മാപ്പ് എന്നുണ്ട്. അപ്പോൾ ഞാൻ വേൾഡ് മാപ്പ് കണ്ടു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനെ വേൾഡ് എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഇതല്ലേ ഭൂമി. അപ്പോൾ ഇതിനെന്തിനാ വേൾഡ് വിളിക്കുന്നത് എന്നുള്ള സംശയമാണ് ചോദിച്ചത്. ഭൂമിയും ലോകവും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊരു 4 വയസ്സുകാരി ചോദിക്കണമെങ്കിൽ ഇത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച തേടലല്ല, ഇത് കുറേ കാലമായി തേടലാണ്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുൻപ് മുതലുള്ള തേടലാണ്. ബിക്കോസ് അത് പറഞ്ഞു വരണമെങ്കിൽ നമ്മൾ ഒരുപാട് ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് സയൻറ്റിഫിക്കായിട്ട് അത് പറയാൻ പറ്റില്ല. സയൻസിന് ഇപ്പോഴും ദൈവത്തിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് മാത്രം സയൻസ് ഇപ്പോഴും അതിൻ്റെ പിന്നാലെയാണ്. ക്വാണ്ടം തിയറിയും സ്ട്രിങ് തിയറിയും ക്വാണ്ടം ഫിസിക്സും ഒക്കെ വെച്ചിട്ട് തെളിയിക്കാൻ നോക്കുകയാണ്. ഗോഡ് പാർട്ടിക്കിളും ഇതും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും അനുഭവിച്ച ഒരാൾക്ക് കാര്യം അറിയാം.